സെപ്റ്റംബർ 5 ഇന്ന് അധ്യാപക ദിനമാണ്. തിയഡോർ എന്ന ടെഡിയുടെയും മിസ്സിസ് തോംസൺ എന്ന അധ്യാപികയുടെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ കഥ ആദ്യമായി കേൾക്കുന്നത് മഹാത്രേയ എന്ന സ്പിരിച്വൽ ഗുരുവിൽ നിന്നാണ്. ഒരു കൂട്ടം അധ്യാപകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത്. ഒരു തിങ്കളാഴ്ചയാണ് മിസ്സിസ് തോംസൺ ആ ക്ലാസ്സിലേക്ക് ആദ്യമായി കയറി വരുന്നത്. ക്ലാസ്സിലെ കുട്ടികളോട് ലവ് യു ഓൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ അവർക്കറിയാമായിരുന്നു അതൊരു കള്ളമായിരുന്നുവെന്ന്. കാരണം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മാത്രം എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. കാണാൻ വൃത്തിയില്ലാത്ത അലസമായ വേഷം ധരിച്ച ഒരു കുട്ടി, ഒട്ടും ആകർഷകമില്ലാത്ത ഒരു കുട്ടി. അവനോട് മാത്രം ഒരു വ്യത്യസ്തമായ സമീപനം മിസ്സിസ് തോംസൺ സ്വീകരിച്ചു. എല്ലാ മോശം ഉദാഹരണങ്ങൾക്കും അവർ അവനെ തിരഞ്ഞെടുത്തു. അവനെ എല്ലായ്പ്പോഴും അവഗണിച്ചു. ആ വർഷത്തെ 3 മാസ കാലയളവിലെ ആദ്യത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുട്ടികളെക്കുറിച്ച് അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഈ റിപ്പോർട്ടുകൾ ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസും കൗണ്ടർ സൈൻ ചെയ്യണമെന്നുള്ളൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. ഹെഡ് മിസ്ട്രസ് റിപ്പോർട്ടുകൾ കണ്ടതിന് ശേഷം മിസ്സിസ് തോംസനെ വിളിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഈ റിപ്പോർട്ട് കണ്ടാൽ തൻ്റെ കുഞ്ഞിന് ശോഭനമായ ഒരു ഭാവിയുണ്ടെന്ന് മാതാപിതാക്കൾക്ക് തോന്നണം. മിസ്സിസ് തോംസൺ, നിങ്ങൾ ടെഡിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മാതാപിതാക്കൾ അവനെക്കുറിച്ച് അഭിമാനിക്കാൻ വകയില്ലാത്ത ഒരാളായി കരുതൂ. മിസ്സിസ് തോംസൺ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല മാഡം. ആ കുട്ടിയെക്കുറിച്ച് നല്ലതൊന്നും എനിക്ക് പറയാനില്ല. ശ്രദ്ധിക്കത്തതായി ഒന്നുമില്ല. ടീച്ചർ തൻ്റെ നിസ്സഹായാവസ്ഥ ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞു. ഹെഡ് മിസ്ട്രസ് സങ്കടത്തിലായി. അവർ ടെഡിയുടെ പഴയ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ആളോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിലെ ടെഡിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മിസ്സിസ് തോംസന്റെ മുന്നിൽ വയ്ക്കപ്പെട്ടു. 3-ാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് അവർ വായിച്ചു. അവസാന താളുകളിൽ അന്നത്തെ ടീച്ചർ എഴുതിയ റിമാർക്ക് അവർ ഇങ്ങനെ വായിച്ചു: ടെഡി ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. ടെഡി ഈസ് ദ ബ്രൈറ്റസ്റ്റ് ചൈൽഡ് ഇൻ ദ ക്ലാസ്. ടീച്ചർ അത്ഭുതപ്പെട്ടു. മിസ്സിസ് തോംസൺ ആശ്ചര്യത്തോടെ വീണ്ടും 4-ാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചു. അതിലെ റിമാർക്സ് ഇങ്ങനെ പറയുന്നു: ടെഡിയുടെ അമ്മ ക്യാൻസർ ബാധിതയാണ്. അവർക്ക് ടെഡിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ടെഡിയുടെ പഠനത്തിലുള്ള താൽപ്പര്യം കുറയുന്നതായി കാണുന്നു. അവനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 5-ാം ക്ലാസ്സിലെ റിപ്പോർട്ട് അവർ വളരെ വേദനയോടെ വായിച്ചു. ടെഡിക്ക് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊരു വിദ്യാർത്ഥിയെ എന്നേക്കുമായി നഷ്ടപ്പെടും. മിസ്സിസ് തോംസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ഹെഡ് മിസ്ട്രസിനെ നോക്കി ദീർഘനിശ്വാസത്തോടെ വേദനയോടെ പറഞ്ഞു, എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. വീണ്ടും അടുത്ത തിങ്കളാഴ്ച അവർ ക്ലാസ്സിലെത്തി. കുട്ടികളെ ഒന്നാകെ നോക്കി അവർ പറഞ്ഞു, ലവ് യു ഓൾ. നിങ്ങളെ ഒന്നാകെ ഞാൻ സ്നേഹിക്കുന്നു. അവർക്കറിയാമായിരുന്നു അതൊരു കള്ളമായിരുന്നുവെന്ന്. ടെഡിയോടുള്ള അവരുടെ സ്നേഹം മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ ടെഡിയെ നല്ലൊരു ഉദാഹരണമാക്കി മാറ്റി. അവൻ അർഹിക്കുന്ന രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ അവനോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തിയതിലൂടെ അവർ തീരുമാനിച്ചു. ദിവസങ്ങൾ, മാസങ്ങൾ കടന്നുപോയി. ആ വർഷം സ്കൂൾ അവസാനിക്കുമ്പോൾ ടീച്ചറിനായി കുട്ടികളെല്ലാവരും സമ്മാനപ്പൊതികൾ കൊണ്ടുവന്നു. മനോഹരമായ സമ്മാനപ്പൊതികൾക്കിടയിൽ ഒട്ടും ആകർഷകമല്ലാത്ത ഒരു സാധാരണ സമ്മാനപ്പൊതി മിസ്സിസ് തോംസൺ ശ്രദ്ധിച്ചു. അവരുടെ അനുഭവ പരിചയം അത് ടെഡിയുടേതായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു. അവർ ശ്രദ്ധാപൂർവം ആ സമ്മാനപ്പൊതി അഴിച്ചു. പാതി ഉപയോഗിച്ച ഒരു പെർഫ്യൂം ബോട്ടിലും നിറം മങ്ങിയ കല്ലുകൾ അടർന്നു വീണ ഒരു ബ്രേസ്ലെറ്റും മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ടെഡിയുടെ സമ്മാനപ്പൊതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കി ആർത്തു ചിരിച്ചു.
അതൊന്നും ശ്രദ്ധിക്കാതെ ടീച്ചർ ആ പെർഫ്യൂം ബോട്ടിൽ തുറന്ന് തൻ്റെ ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്തു. ബ്രേസ്ലെറ്റ് എടുത്ത് അവർ കയ്യിലണിഞ്ഞു. ടെഡി മുൻപോട്ട് വന്ന് ചെറുപുഞ്ചിരിയോടെ ടീച്ചറിനോട് പറഞ്ഞു, ഇപ്പോൾ ടീച്ചറിന് എൻ്റെ അമ്മയുടെ മണമാണ്. അമ്മ മരിക്കുന്നതിനു മുമ്പ് അവസാനമായി ഉപയോഗിച്ച പെർഫ്യൂമാണിത്. അവരുടെ കയ്യിൽ നിന്ന് ശവമഞ്ചത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഊരി മാറ്റിയതാണ് ഈ ബ്രേസ്ലെറ്റ്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നനഞ്ഞു. ആ വർഷാവസാനം ടീച്ചറിൻ്റെ മേശപ്പുറത്ത് ഒരു കത്ത് കിടന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: I have seen few more teachers, still you are the best teacher. എല്ലാ സ്കൂൾ വർഷാവസാനങ്ങളിലും ടീച്ചറിന് കിട്ടിയ കത്തുകളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. I have seen few more teachers, but you are the best teacher I have ever seen in my life, Teddy. വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് മിസ്സസ് തോംസനെ തേടിപ്പിടിച്ച് ഒരാളെത്തി. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന അവർക്ക് ഒരു കത്ത് കൈമാറി. അതിൽ ഡോക്ടർ തിയഡോർ PhD എന്ന ആൾ ആണ് എഴുതിയിരുന്നത്. ടെഡി ഇതിനോടകം തൻ്റെ PhD നേടിയിരിക്കുന്നു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: I have seen many more people in my life. ഇത് നിങ്ങളുടെ ടെഡിയാണ്. ബട്ട് യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും മികച്ച ആൾ നിങ്ങളാണ് മിസ്സസ് തോംസൺ. മിസ്സസ് തോംസൺ, ഞാൻ വിവാഹിതനാവുകയാണ്. നിങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യം എൻ്റെ ഒരു സ്വപ്നമാണ്. മിസ്സസ് തോംസൺ എത്തിച്ചേരണം. ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. ടീച്ചറിന് സന്തോഷമായി. വിവാഹ ദിവസം അതിനുവേണ്ടി അവർ തയ്യാറെടുത്തു. പഴയ ആ പെർഫ്യൂം ബോട്ടിലിനെക്കുറിച്ച് ഓർത്തു. എവിടെയോ നഷ്ടം വന്നിരിക്കുന്നു. കയ്യിലുള്ള ബ്രേസ്ലെറ്റ് അതവരുടെ കയ്യിലുണ്ടായിരുന്നു. അതണിഞ്ഞ് വിവാഹവേദിയിൽ അവസാനത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു. ആരോ നിർബന്ധിച്ച് അവരെ മുൻപിലേക്ക് ആനയിച്ചു. വേദിയുടെ മുൻപിൽ മദർ എന്നെഴുതിയ, അമ്മ എന്നെഴുതിയ ഒരു പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. ആ ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തി. തിയോഡോർ തന്നെ അവരെ നിർബന്ധിച്ചാണ് അവിടെ ഇരുത്തിയത്. അവിടെ ഇരുത്തിയതിനു ശേഷം അവരുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അമ്മയോടൊപ്പം തന്നെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയത് മാഡം. വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം ടെഡി മിസ്സസ് തോംസനെ തൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. മിസ്സസ് തോംസൺ ഇല്ലായിരുന്നുവെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ എവിടെയോ വീണു പോകുമായിരുന്നു. ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് അവർ കാരണമാണ്. മിസ്സസ് തോംസൺ ടെഡിയുടെ ഭാര്യയോട് പറഞ്ഞു: അങ്ങനെയല്ല, ടെഡി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുകയില്ലായിരുന്നു. ഒരു ടീച്ചർ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം അമ്മയായിത്തീരണം, പിന്നീട് ഒരു നല്ല അധ്യാപികയും. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതൊരു സാങ്കല്പിക കഥയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു സംഭവ കഥയാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ കഥ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച 5ാം ക്ലാസ് വരെ പഠിപ്പിച്ച റൂബി ടീച്ചറിനെ എനിക്ക് ഓർമ്മ വരുന്നു. ഒരു ചെറിയ സ്കൂളിൽ ഒരു 10 വയസ്സുകാരനെ അപകർഷകതാ ബോധത്തിൽ നിന്ന് പുറത്തു വരാനും അഭിമാനത്തോടെ മുന്നോട്ടു പോകുവാനും ആദ്യം പഠിപ്പിച്ച ഒരാൾ. ടെഡിയുടെയും മിസ്സസ് തോംസൻ്റെയും കഥ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ടീച്ചറെ ഓർമ്മ വന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ ടീച്ചറിനോട് സംസാരിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യവും ഞാൻ ടീച്ചറിനോട് സംസാരിച്ചു. ഹലോ മോനെ അരവിന്ദ്. ടീച്ചറെ, ഞാൻ എല്ലാ വർഷവും വിളിക്കുന്ന പോലെ. അതെ അതെ അതെ. ഓ മോനെ, ഇന്ന് സെപ്റ്റംബർ 5 അറിഞ്ഞില്ലേ? ഇന്ന് ആക്ച്വലി ഞാനപ്പം ഒന്ന് സമയം കിട്ടുമ്പോ ഈവനിങ് ഒക്കെ ആണല്ലോ ടീച്ചറിന് സമയം കിട്ടുക. അപ്പൊ ഞാൻ ആക്ച്വലി ചില ആൾക്കാരോട് ഞാൻ പറയായിരുന്നു, നമ്മള് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവരെ എല്ലാ വർഷവും വിളിക്കണമെന്ന് ഉള്ളൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ. മോനെ ഓർക്കുന്നതിൽ ടീച്ചറിന് സന്തോഷമുണ്ട്. മോനെ ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പോലെ അല്ലായിരുന്നല്ലോ നിങ്ങൾ അന്ന്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയിരുന്നവരുടെ സ്റ്റുഡൻസ്.
നിങ്ങള് ബ്രില്യന്റ് ആയിരുന്നു, നിങ്ങൾ ഒത്തിരി പക്വതയുള്ള പിള്ളേരായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കാനും അവരുടെ ബിഹേവിയറും എല്ലാം ഒരു ഡിഫറെന്റ് അല്ലേ? ഓരോ കാലഘട്ടമല്ലേ ടീച്ചറെ. ഞാൻ ഇന്നലെ നമ്മുടെ ആശയോട് സംസാരിക്കായിരുന്നു. നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ആശ. ഞാൻ ആലോചിച്ചു ഈ കൂടെ പഠിച്ച ആൾക്കാരിൽ ആരാണ് ടീച്ചറായിട്ട് മാറിയെന്നുള്ളത്. അപ്പം എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ പിന്നെ പ്രീ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചൊരു ആശയുണ്ട്. ആശ ഞങ്ങൾ ഇന്നലെ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പം ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു. നമ്മളുടെ സ്കൂളിലുണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഇപ്പോഴും ഓർക്കുകയും അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒന്ന് ഓർത്തു. ഭയങ്കര രസമായിരുന്നു സംസാരിച്ചപ്പം. ടീച്ചറിന് ഞാൻ ഈ ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. അതായത് ബേസിക്കലി നമ്മൾ കുറച്ച് ഓഡിയൻസിനോട് ലിസണേഴ്സിനോട് സംസാരിക്കുകയും എല്ലാ ടോപ്പിക് ഓരോ ദിവസം ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. ടീച്ചറിന് എന്തെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനോടോ അല്ലെങ്കിൽ പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ? പഠിത്തത്തില് ഒക്കെയും അവര് ശ്രദ്ധാലുക്കളായിരിക്കണം. പേരൻസിനോട് ബഹുമാനം വേണം. അതുപോലെ ടീച്ചേഴ്സിനോട് ആ റെസ്പെക്ട് അവർക്ക് ടീച്ചേഴ്സിനോടുണ്ടായിരിക്കണം. അവര് നമ്മളുടെ ആ പഴയ ലോകത്തിലല്ല, ഒരു പുതിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അതിൻ്റെതായ എല്ലാ ബുദ്ധികളും അവർക്കുണ്ട്. അതനുസരിച്ച് അവര് സമൂഹത്തിന് നന്മയായി ജീവിക്കുവാനായിട്ട് അവര് ശ്രമിക്കണം. ഇപ്പോഴത്തെ കാലത്തെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എവിടെയും തെറ്റിപ്പോകുന്നു എന്നോർത്ത് ഞങ്ങൾക്കൊക്കെ മാതാപിതാക്കളായ ടീച്ചേഴ്സായി ഞങ്ങൾക്കെല്ലാം പ്രയാസമുണ്ട്. പക്ഷേ ഈ വരുന്ന തലമുറ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാണ്, സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരാകണം, ദേശത്തിന് മറ്റുള്ളവരെ എല്ലാം ബഹുമാനിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. താങ്ക് യു ടീച്ചർ. ഞാൻ പറയാം. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഓക്കെ മോനെ, ബൈ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു വെരി മച്ച്. കൂടെ പഠിച്ച 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ കൂടെ പഠിച്ച ഒരാൾ, ആശ എന്ന എൻ്റെ സുഹൃത്ത്, ഇപ്പോൾ ഒരു അധ്യാപികയാണ്. അവരെ ഞാൻ ഇപ്രാവശ്യം വിളിച്ച് സംസാരിച്ചു. അവർക്ക് എന്താണ് ഈ അധ്യാപക ദിനത്തിൽ പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് നമ്മളെ ഒന്ന് തൊടുക അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ നമുക്ക് ഭയങ്കര കാര്യമാണ്. ടീച്ചേഴ്സ് അടുത്തൂടെ പോകുമ്പോൾ നമ്മൾ സാരിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നതൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഒരു സാരി ഇഷ്ടപ്പെട്ടാൽ ആ ടീച്ചറെ കൊള്ളാലോ സാരി പുതിയതാണോ എന്നൊന്ന് ചോദിക്കും. അവർക്ക് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ വളർന്നൊരു കാലമല്ല. ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കുട്ടികൾ ഭയങ്കര അഡ്വാൻസ്ഡാണ്. നമ്മൾ വളർന്നത് മിക്കവാറും എല്ലാവരും വില്ലേജിലായിരിക്കും. നമ്മുടെ പേരൻസുമായിട്ടും നമുക്ക് അത്ര അടുപ്പമില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അവരുടെ പേരൻസുമായിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നിന്നാലേ അവർ നമ്മളോടും അടുപ്പം കാണിക്കത്തുള്ളൂ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പം സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച പഴയ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സ്കൂൾ ഗേൾസ് സ്കൂളാണ്, സന്തോഷത്തോടെ ചിലപ്പോൾ കുട്ടികൾ വരുന്നത്. അവർ പുറകെ കൂടെ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയും നമ്മൾ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ തൊടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് ഇപ്പോൾ. അങ്ങനെ നിന്നാലേ നമുക്ക് ഇവരെ വിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. നമുക്ക് ഈ ഇപ്പോഴത്തെ പിള്ളേരെ നമുക്കൊന്ന് കയ്യിലെടുക്കണമെങ്കിൽ നമ്മൾ പഴയ പോലെ സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പേരൻസ് നമ്മളോട് സ്റ്റേണായിരുന്നു, നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് സ്റ്റേണായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പേരൻസ് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ടീച്ചേഴ്സും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. അതിനൊരു നാക്ക് വേണം, എവിടെ അത് നിർത്തണം എന്നുള്ളൊരു നാക്ക്. അത് ഇത്തിരി എക്സ്പീരിയൻസ് ആയി വരുമ്പം നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ 16 വർഷമായി ഞാൻ ടീച്ചിങ് തുടങ്ങിയിട്ട്. 16 വർഷം കഴിഞ്ഞു. അന്ന് പഠിപ്പിച്ച കുട്ടികൾ വരെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ അവരറിയിക്കും. ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ വിളിച്ച് പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. അവർ നമ്മളായിട്ട് അത്ര അടുപ്പം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഴയ രീതിയിൽ ഞങ്ങളുടെ ടീച്ചറിനോട് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കാൻ തുടങ്ങിയാൽ അങ്ങനെ നിൽക്കാൻ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. അവർ ആ രീതി അല്ല അവരുടേത്. അവർ വളരുന്ന രീതി അങ്ങനെയല്ല. നമ്മൾ വളർന്ന രീതിയിലല്ല അവർ വളരുന്നത്. അപ്പം അവരെ ട്രീറ്റ് ചെയ്യുന്നതും വേറെ ഒരു രീതിയിൽ. അല്ലാതെ വലിയ ചേഞ്ചൊന്നുമില്ല. പിള്ളേർ മാറിയിട്ടൊന്നുമില്ല. അവരും ലവബിളാണ്.
അവർ നല്ല കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതാണ് കാര്യം, അവരെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ചൊരു വ്യത്യാസം ഉണ്ട് രീതിയിൽ. കാലഘട്ടം മാറി, പക്ഷേ കുട്ടികളും മാറി. പക്ഷെ ടീച്ചേഴ്സ് പഴയ പോലെ തന്നെയാണ്. കുട്ടികൾക്കനുസരിച്ച് എങ്ങനെ മാറണമെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ആശ പറഞ്ഞത്. അധ്യാപകർ ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കുട്ടികളെ അവരെങ്ങനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു, പറഞ്ഞു തരുന്നു. ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ നമ്മളെ ആദ്യ അക്ഷരം പഠിപ്പിച്ചത് മുതൽ നമ്മുടെ കൂടെ പഠിച്ചവരിൽ പിന്നീട് അധ്യാപകരായവരെയും സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. നമുക്ക് അറിവ് പകർന്നു തന്ന, നേർവഴിക്ക് നയിച്ച എല്ലാ അധ്യാപകരോടും ഒന്ന് പറയട്ടെ, വി ഹാവ് സീൻ മെനി പീപ്പിൾ ഇൻ അവർ ലൈഫ്, ബട്ട് യു വെർ ദ ബെസ്റ്റ് എമംഗ് ദം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഒരു വിഷയവുമായി എത്തുന്നതുവരെ ഞാൻ അരവിന്ദ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.